നമസ്കാരം. ഭദ്രേ നാരായണ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തുലാം മാസം. നാം എല്ലാവരും തന്നെ ധാരാളം ഷഷ്ടിവ്രതങ്ങൾ എടുക്കുന്നവരാണെങ്കിലും തുലാം മാസത്തിലെ സ്കന്ദഷഷ്ടി വ്രതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കാൻ ഈ സ്കന്ദഷഷ്ടി വ്രതം കൃത്യമായി നമ്മൾക്ക് എങ്ങനെ എടുക്കാം, അതിനായി ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിവിശേഷമായ ഈ സ്കന്ദഷഷ്ടി വ്രതം ആർക്കൊക്കെ എടുക്കാം, ഇനി വ്രതം എടുക്കാൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണ് എന്ന് വേണ്ട സ്കന്ദഷഷ്ടി വ്രതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണിത്. ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. തുലാം മാസത്തിലെ സ്കന്ദഷഷ്ടിയുടെ വരാൻ പോകുന്ന പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള 6 പുണ്യ ദിവസങ്ങൾ ഇപ്രാവശ്യം, അത് 2025 ഒക്ടോബർ 22 ബുധനാഴ്ച മുതൽ ഷഷ്ടി ദിവസമായ ഒക്ടോബർ 27 തിങ്കളാഴ്ച വരെയാണ്. സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ടി വ്രതം. ജീവിത സൗഭാഗ്യത്തിന് അത്യുത്തമമായാണ് ഷഷ്ടി വ്രതത്തെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് അമ്മമാരുടെ സർവ്വദുഃഖങ്ങളും ഈ ഒരൊറ്റ സ്കന്ദഷഷ്ടി വ്രതത്തിലൂടെ അകലുന്നതാണ്. സർപ്പാകൃതി പൂണ്ട് തിരോധാനം ചെയ്ത ശ്രീ സുബ്രഹ്മണ്യനെ സ്വരൂപത്തിൽ തന്നെ ലഭിക്കാനായി മാതാവായ ശ്രീ പാർവതി ദേവി 108 ഷഷ്ടി വ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായാണ് കഥ. അതുകൊണ്ട് ഏതൊരമ്മയും മനസ്സറിഞ്ഞ് ഭഗവാനെ ഒന്ന് വിളിച്ച് മക്കൾക്ക് വേണ്ടി കരഞ്ഞപേക്ഷിച്ചാൽ ഈ ഷഷ്ടിവ്രതം നോറ്റാൽ എല്ലാ സൗഭാഗ്യങ്ങളും കനിഞ്ഞു നൽകും. ശുക്ലപക്ഷ പ്രഥമ മുതൽ പഞ്ചമി വരെ, അതായത് ഒക്ടോബർ 22 മുതൽ ഒക്ടോബർ 27 വരെ പഞ്ചശുദ്ധിയോടുകൂടി നാമങ്ങൾ ഉരുവിട്ട് ആഹാരക്രമങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം വരുത്തുന്നത് വ്രതനിഷ്ഠയുടെ ഭാഗമാണ്. മത്സ്യമാംസാദികൾ പൂർണ്ണമായും വെടിഞ്ഞ് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് ഏറെ ശ്രേഷ്ഠമാണ്. ഇനി ഈ 6 ദിവസവും വ്രതം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഷഷ്ടിയുടെ തലേ ദിവസം, അതായത് പഞ്ചമി ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതം നോൽക്കാവുന്നതാണ്. ഇനി ഈ 6 ദിവസവും വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒക്ടോബർ 22-ാം തീയതി രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു ശുഭ്രവസ്ത്രം ധരിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾ 6 ദിവസം വ്രതം നോൽക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ഷഷ്ടിയുടെ തലേ ദിവസമായ ഒക്ടോബർ 26-ന് ഞായറാഴ്ച അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തിയതിന് ശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നമ്മുടെ വീട്ടിലുള്ള പുഷ്പങ്ങൾ അർപ്പിക്കാവുന്നതാണ്. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നെയ്വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം 108 തവണ ചൊല്ലുന്നത് നല്ലതാണ്. അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 3, 5, 11, 21 തവണയായിട്ട് നമുക്ക് ഓം ശരവണ ഭവായ എന്ന മന്ത്രം ചൊല്ലാം. ഇനി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജൽ ഭൂവേ നമ, അതും 108 തവണ വീതം ചൊല്ലുന്നത് നല്ലതാണ്. ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ സർവകാര്യസിദ്ധിയാണ് ഫലം. അതായത് മനസ്സ് എന്താഗ്രഹിച്ചാലും മുരുക ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളോട് അത് ചേർത്ത് തരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് സ്വരൂപം മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഭഗവാന്റെ ഏത് മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കാനായിട്ട്. വ്രതമെല്ലാം നോറ്റതിന് ശേഷം സപ്തമി ദിവസം, അതായത് പിറ്റേ ദിവസമായ ഒക്ടോബർ 28 ചൊവ്വാഴ്ച രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ പോവുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയി തീർത്ഥം സേവിച്ച് വഴിപാടുകളെല്ലാം കഴിച്ച് ഈ സ്കന്ദഷഷ്ടി വ്രതം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത ക്ഷേത്രമുള്ളവർ ക്ഷേത്രത്തിൽ തന്നെ പോകാൻ ശ്രമിക്കുക. എന്നാൽ അടുത്ത ക്ഷേത്രമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം, അതായത് അല്പം ജലത്തിൽ തുളസി ഇലയും മലരുമൊക്കെ ഇട്ട് ആ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്.
ആറ് ഷഷ്ടിക്ക് തുല്യമായുള്ള സ്കന്ദഷഷ്ടി എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഭദ്രേ നാരായണ.